ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചൂട് കാലങ്ങളിൽ നമുക്ക് 2 സ്മൂത്തി നമുക്ക് ട്രൈ ചെയ്യാം. ഇത് രുചിയോടൊപ്പം ആരോഗ്യ ഗുണങ്ങളുമുള്ള സ്മൂത്തിയാണ്. ഈ സ്മൂത്തികൾ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒട്ടും സമയം കളയാതെ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. വളരെ ഗുണങ്ങൾ അടങ്ങിയ ഒരു പഴമാണ്. ഇത് ക്യാൻസറിനെ തടയാൻ സഹായിക്കുന്നു. ഇനി നമ്മൾക്ക് ഇത് ഒന്ന് 2 തല കട്ട് ചെയ്ത് നമുക്കൊന്ന് പൊളിച്ചെടുത്ത് നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കാം. ഇതേമാതിരി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് സ്കിൻ ഹെൽത്തിനും മുടി വളർച്ചയ്ക്കും സഹായിക്കുന്നു. ഇത് എല്ലിൻ്റെ ബലത്തിന് സഹായിക്കുന്നു. അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഇനി കിവിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. കിവി വന്നിട്ട് പ്രധാനമായും നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. ഇത് നമുക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു. ഇത് നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് മെച്ചപ്പെടുത്തുന്നു. ഇത് ദഹനത്തിന് സഹായിക്കുന്നു. ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. അങ്ങനെ ഈ കിവി നമ്മൾക്ക് ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞ് ഇതേമാതിരി നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. നമ്മുടെ ചാനലിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ സ്മൂത്തിക്കായിട്ട് നമ്മൾ 2 പഴം കൂടി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഈ ജാറിലേക്ക് ഇതിന് വേണ്ടതായ സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമ്മളൊരു പഴം മുറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ അതിലേക്ക് 2 കിവി കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ ഇതിലേക്ക് കഷ്ണങ്ങളായി മുറിച്ച് വെച്ചത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂണ് തേനാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ 1 ടീസ്പൂണ് തേന് ഒഴിച്ച് കൊടുത്തു. ഇനി നമ്മൾ 1 കപ്പ് പാല് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഇതിൽ പാല് ചേർത്തിരിക്കുന്നത് നമുക്ക് എല്ലിൻ്റെ ബലത്തിനൊക്കെ വളരെ നല്ലതാണ്. അതേപോലെ 1 ടീസ്പൂണ് തേനും ചേർത്തിരിക്കുന്നത് നമുക്ക് മധുരത്തിന് വേണ്ടി. ഇനി ജാറ് അടച്ച് നമുക്കിത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മൾ ഗ്ലാസ് വെച്ച് ഒരു 2-3 കഷ്ണം ഐസ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഐസ് ഒരു ചെറിയ തണുപ്പിന് വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് കുടിക്കുമ്പോൾ അപ്പോൾ നല്ലൊരു രുചിയായിരിക്കും. ഇനി നമ്മൾ ഇത് ഗ്ലാസ്സിലേക്ക് പകർത്തിയെടുക്കാം. അങ്ങനെ നമ്മുടെ സ്മൂത്തി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ഷുഗറുകാർക്കും കൂടി കഴിക്കാൻ പറ്റുന്നതാണ്. അവർക്ക് തേൻ വേണ്ടെങ്കിൽ എടുക്കണ്ട. അടുത്ത സ്മൂത്തി നമ്മുടെ ഗ്യാസ് സംബന്ധമായ അസുഖങ്ങൾ തടയുന്നതിനും സഹായിക്കുന്നു. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ സ്മൂത്തിക്ക് വേണ്ടിയിട്ട് പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. പൈനാപ്പിൾ ഇതേമാതിരി നമ്മൾ കട്ട് ചെയ്ത് ഇതിൻ്റെ തൊലി ചെത്തി നമ്മൾ കഷ്ണങ്ങളാക്കി എടുക്കാം. പൈനാപ്പിൾ നമുക്ക് ദഹനത്തിനും ബ്ലോട്ടിങ് കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. ഇനി ഇതേമാതിരി നമുക്ക് കഷ്ണങ്ങളായിട്ട് ചെറുതായി കഷ്ണങ്ങളായിട്ട് അതിൻ്റെ കൂഞ്ഞ കളഞ്ഞ് നമ്മൾ മുറിച്ചെടുക്കുകയാണ്. ഇതേമാതിരി ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഈ സ്മൂത്തി വർക്കൗട്ടിന് ശേഷം കഴിക്കാവുന്ന സ്മൂത്തിയാണ്. ഇനി നമ്മൾ 1 ടീസ്പൂണ് ബദാമാണ് പൊടിച്ചിരിക്കുന്നത് കപ്പിലേക്ക് ഇട്ട് 1 ഗ്ലാസ് പാല് ഒഴിച്ച് നമ്മൾ ഇതിനെ ഒന്ന് കലക്കി മാറ്റി വയ്ക്കുകയാണ്. ബദാം മിൽക്ക് നമുക്ക് എല്ലിൻ്റെ ബലത്തിനും മസിൽ ഹെൽത്തിനും സഹായിക്കുന്നു. ഇനി നമ്മൾ ഇതിലേക്ക് പഴമാണ് ഇട്ട് കൊടുക്കുന്നത്. 1 പഴം കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച നമ്മുടെ പൈനാപ്പിൾ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ആവശ്യം പോലെ എടുക്കാവുന്നതാണ്. 1 ഗ്ലാസ്സിനോ 2 ഗ്ലാസ്സിനോ നമുക്ക് അതനുസരിച്ച് എടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ 1 ടീസ്പൂണ് തേനാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മളങ്ങനെ പഞ്ചസാരയൊന്നും ചേർക്കാത്തത് കൊണ്ട് 1 ടീസ്പൂണ് തേന് നമുക്കൊരു ചെറിയ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ്. അത് തേൻ ആവശ്യമില്ലാത്തവർക്ക് ഒഴിക്കണ്ട. പിന്നെ നമ്മൾ ബദാം പാലാണ് ഇതിലെടുത്തിരിക്കുന്നത്. അലർജി ഉള്ളവർക്ക്
ബദാം ഒഴിവാക്കി സാദാ പാല് ഒഴിച്ചാലും മതി. ഇനി നമ്മൾ ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നന്നായി നമ്മൾ അടിച്ച് വരുമ്പോൾ നമുക്ക് ഈ പൈനാപ്പിൾ ജ്യൂസൊക്കെ വളരെ ടേസ്റ്റി ആയിരിക്കും. ഈ ചൂട് കാലങ്ങളിൽ നമുക്ക് കുടിക്കാനും വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒരു 2-3 കഷ്ണം ഐസ് ഇട്ട് കൊടുക്കാം. ഐസ് വേണ്ടാത്തവർ ഇടണ്ട. ഇനി അടിച്ചു വച്ചിരിക്കുന്ന നമ്മുടെ സ്മൂത്തി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്മൂത്തി അങ്ങനെ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 2 സ്മൂത്തികളും തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. അതേപോലെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ ഈ സ്മൂത്തികൾ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.